യമനിലെ ഹൂതി വിമതരുടെ പ്രധാനമന്ത്രിയായ അഹമ്മദ് ഖലീബ് നാസർ അൽ റഹാവി ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഗാസയിലെ സംഘർഷങ്ങൾ മറ്റൊരു തലത്തിലേക്ക് വളർന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ സംഭവം ഗാസ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉന്നതനായ ഹൂതി ഉദ്യോഗസ്ഥന്റെ വധമാണ്. ഹൂതികളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെയും നിലപാടുകളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നും മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. അൽ റഹാവിയുടെ മരണം ഹൂതികൾക്ക് വലിയൊരു തിരിച്ചടിയാണെങ്കിലും അതിനെ അവർ നേരിട്ടത് ശക്തമായ പ്രതിരോധത്തിലൂടെയാണ്. ഇസ്രയേലിന്റെ ഈ നടപടിയെ ഹൂതികൾ ഭാഗ്യത്തിന്റെ ആഘാതം എന്ന് വിശേഷിപ്പിച്ചു. അൽ റഹാവിയുടെ മരണം ഹൂതികൾക്ക് വലിയൊരു തിരിച്ചടിയാണെങ്കിലും അതിനെ അവർ നേരിട്ടത് ശക്തമായ പ്രതിരോധത്തിലൂടെയാണ്. ഇസ്രയേലിന്റെ ഈ നടപടിയെ ഹൂതികൾ ഭാഗ്യത്തിന്റെ ആഘാതം എന്ന് വിശേഷിപ്പിച്ചു. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇരുണ്ട ദിനങ്ങൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ പിന്തുണയുള്ള ഈ സായുധ സംഘം തങ്ങളുടെ തീരുമാനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രയേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൂതികൾ റഹാവിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന അവരുടെ പ്രഖ്യാപനം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. യമനിലെ ഹൂതി ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ വർഷം ചുമതലയേറ്റ റഹാവി ഓഗസ്റ്റ് 28-ന് നടന്ന ആക്രമണത്തിലാണ് മറ്റു ഉദ്യോഗസ്ഥർക്കൊപ്പം കൊല്ലപ്പെട്ടതെന്ന് ഹൂതികൾ തന്നെയാണ് ലോകത്തെ അറിയിച്ചത്. ഈ ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാക്കി. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഗാസ യുദ്ധം ഒരു വലിയ പ്രാദേശിക സംഘർഷമായി മാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഹൂതികൾക്ക് ഇറാനിൽ നിന്നും ലഭിക്കുന്ന സൈനികവും സാമ്പത്തികവുമായ പിന്തുണ അവർക്ക് വലിയ ശക്തിയാണ് നൽകുന്നത്. ഇസ്രയേലിന്റെ ഈ ആക്രമണം ഇറാനെയും നേരിട്ടുള്ള ഒരു ഇടപെടലിന് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾ ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ രൂപപ്പെടുത്തുന്ന പുതിയ ലോകക്രമത്തിൽ അമേരിക്ക ഒറ്റപ്പെടുമോ എന്ന ഭയത്തിനും ട്രംപ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ഗാസയിലെ ആക്രമണങ്ങൾക്ക് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. ഗാസയിലെ നിരപരാധികളായ പലസ്തീനുകളുടെ മരണത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നും ഇസ്രയേൽ ഇതിനകം തന്നെ കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൂതികളുടെ പ്രതികാര നീക്കങ്ങളെ നേരിടാൻ ഇസ്രയേലിന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഹൂതികളുടെ സൈനിക ശേഷിയും തന്ത്രങ്ങളും ഇസ്രയേൽ സൈന്യത്തിനൊരു വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഹൂതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സഹായിക്കും. യമനിലെ ഷിയ വിഭാഗത്തിലെ സൈദി ഇസ്ലാം വിശ്വാസികളായ ഒരു സായുധ സംഘടനയാണ് ഹൂതികൾ. ഔദ്യോഗികമായി അൻസാർ അല്ലാഹ് എന്നറിയപ്പെടുന്ന ഈ സംഘടന 1999-കളിലാണ് സ്ഥാപിതമായത്. യമൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത്. സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും യമനിലെ സ്വാധീനം അവസാനിപ്പിക്കുക, രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 2014-ൽ യമനിലെ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതോടെ ഹൂതികൾ ആഗോള ശ്രദ്ധ നേടി. ഇതിനെ തുടർന്ന് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടന്ന സൈനിക നീക്കങ്ങൾ യമനിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിന് കാരണമായി. ഈ യുദ്ധത്തിൽ ഹൂതികൾക്ക് ഇറാനിൽ നിന്ന് ലഭിച്ച പിന്തുണ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. ഗാസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നാണ് ചെങ്കടൽ. ഇതിലൂടെയുള്ള വാണിജ്യത്തിന് ഹൂതികൾ തടസ്സമുണ്ടാക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. ഈ ആക്രമണങ്ങളെ നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ പല രാജ്യങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഹൂതികളുടെ പോരാട്ട വീര്യവും ഗറില്ല യുദ്ധതന്ത്രങ്ങളും അവരുടെ ശത്രുക്കളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഈ പുതിയ സംഭവ വികാസം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൂതികളുടെ പ്രതികാര നീക്കം എങ്ങനെയായിരിക്കുമെന്നും ഇസ്രയേലും അമേരിക്കയും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.